നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒലവക്കോട് NSS കരയോഗത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പാലക്കാട് NSS ഒലവക്കോട് കരയോഗത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ആരംഭവും കുടുംബമേളയും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഒലവക്കോട് അനുഗ്രഹ കല്യാണ മണ്ഡപത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ C വിപിനചന്ദ്രൻ അധ്യക്ഷനായി. കരയോഗം സെക്രട്ടറി N ഗോവിന്ദൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, വനിതാ വിഭാഗം സെക്രട്ടറി J ബേബി ശ്രീകല, K രവീന്ദ്രൻ, സാഹിത്യകാരൻ PR നാഥൻ, യൂണിയൻ പ്രതിനിധി സഭാ മെമ്പർ സുകേഷ് മേനോൻ, വനിതാ യൂണിയൻ താലൂക്ക് സെക്രട്ടറി അനിത ശങ്കർ, KP സത്യനാഥൻ, ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നായർ സമുദായത്തിൻ്റെ തനത് കലാരൂപമായ കണ്യാർകളി, ഡയറക്ടറി പ്രകാശനം, 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, വിവാഹം കഴിഞ്ഞ് 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കൽ, 10ാം ക്ലാസ്സിലും +2വിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, ചികിത്സാ സഹായ വിതരണം, തുടർന്ന് കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂരും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പെർഫോമൻസും ഉണ്ടായി. കലാപരിപാടികൾക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിലൂടെ പഠനത്തിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനവും അംഗീകാരവും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെയും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയും ആദരിക്കുക വഴി അവർക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം കൂടി നൽകുകയാണ് ചെയ്യുന്നത്. അത് ഏറെ സന്തോഷപ്രദമാണെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. തനതായ കളിയായ കണ്യാർകളി ആവോളം ജനങ്ങൾ ആസ്വദിച്ചു. ഹാള് നിറയെയായിരുന്നു അംഗങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ അച്ചടക്കത്തോടെ പരിപാടിയിൽ പങ്കെടുക്കുകയും കലാപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്തത് ഏറെ സന്തോഷകരമാണെന്ന് സംഘാടകർ പറഞ്ഞു. ജൂബിലി വർഷത്തിൽ ഈ ഒരു കൊല്ലക്കാലം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു.